എനിക്ക് ചക്കക്കുരു മാത്രമാണ് എനിക്കറിയത്തില്ല. ഫ്രണ്ട്സ്, നമ്മളിപ്പം സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ താഴെ നല്ല വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇത് കുറേ ദൂരം ഇങ്ങനെ ഇറങ്ങണം. നമ്മൾ ഈ വരുന്ന റോഡിൽ നിന്ന് കുറേ നമ്മൾ താഴോട്ട് ഇറങ്ങിയാലാണ് നമുക്ക് ഈ അരുവിക്കുഴി വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് പതുക്കെ ഒന്ന് ഈ കല്ലിനകത്തൂടെ പോകാം. കല്ലും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇച്ചിരി പാടാണ് താഴോട്ട് ഇറങ്ങാനായിട്ട്. എനിക്കിത് കണ്ടാലേ അറിയാം. പെട്ടെന്ന് ചാടി ഇറങ്ങുമ്പോൾ മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ താഴെ വീഴും. പിന്നെ ഇവിടെ ഇതുവഴി ഒരു ചെറിയൊരു അരുവി പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ചെറിയ രീതിയിലുള്ളൊരു വെള്ളം ഇങ്ങനെ ഒലിച്ചിറങ്ങുന്നു. ഇതെല്ലാം ഇങ്ങനെ തെന്നി വഴുതി കിടക്കുക. അവിടെ ഞാൻ ചവിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് കരച്ചല്ലോ. അതൊക്കെ പക്ഷെ നല്ല സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? ഈ താഴോട്ട് ചെല്ലും തോറും സൗണ്ട് കൂടുന്നുണ്ട് വെള്ളച്ചാട്ടത്തിൽ. കല്ലാണ് കൂടുതൽ. അവിടെ വെള്ളവുമുണ്ട്. മിക്കവാറും വെള്ളത്തിൽ സ്ഥലം നമുക്കിത് താഴെ കാണാൻ പറ്റുന്നുണ്ട്. ഒത്തിരി ആൾക്കാരുണ്ട്. അതെന്ന് വെച്ചാൽ ഇന്ന് ഒരു ഹോളിഡേ പോലും അല്ല. പക്ഷെ എന്നാലും ഒത്തിരി ആൾക്കാർ താഴെയുണ്ട്. നമ്മൾ താഴോട്ട് തീരെ ഇത് കണ്ടു. ഇതുപോലത്തെ സ്ഥലത്തൊക്കെ നമ്മൾ ചവിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ട് തന്നെ താഴെ. അതൊക്കെ അവോയ്ഡ് ചെയ്ത് ഈ സ്വർഗത്തിലേക്കുള്ള പാത കല്ലും മുള്ളും നിറഞ്ഞതെന്ന് പറയത്തില്ല. അതുപോലെ ഈ അരുവിക്കുഴിയിലൊക്കെ അതുപോലെ തന്നെയാണ്. കല്ലുമുണ്ട്, വേരുമുണ്ട്. പിന്നെ ചെരുപ്പിട്ടേക്കുന്നുണ്ട്. മുള്ളു കൊള്ളുന്നുണ്ടോ എന്നറിയത്തില്ല. സത്യം പറഞ്ഞാൽ റോഡിൻ്റെ ഇത്രയും പൊക്കത്തിൽ നിന്ന് താഴേക്ക് ഒരു കാട് പോലെ ഇങ്ങനെ വന്നിട്ട് കുറേ സ്ഥലങ്ങളിൽ ഇങ്ങനെ ഇറങ്ങി ആണ് നമ്മൾ താഴോട്ട് എത്താനായിട്ട്. നല്ല പാടാണ് ഇങ്ങോട്ട് കയറാനായിട്ട്. പക്ഷെ ഞാൻ ഇതിന് മുമ്പേ ഒരു പ്രാവശ്യം വന്നപ്പോൾ ഇത് സൺഡേയിലാണ് ഞാൻ വന്നത്. ഇന്ന് വന്നപ്പം ഇത് കണ്ടോ ഗൈസ്, ഇത് കണ്ടോ. ഇവിടുന്ന് നമ്മളൊന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡെപ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല. ഇത് പാറയാണ് ഈ ഫ്രണ്ടിൽ കാണുന്നത്. ഈ പാറയുടെ അവിടെ നിന്ന് തെന്നിയിട്ടുണ്ടെങ്കിൽ ഫുള്ളി ഈ മഞ്ഞിച്ചിരിക്കുന്ന എല്ലാം തെന്നലാണ്. അല്ലെങ്കിൽ എന്താ പറയുക, പായൽ പിടിച്ച് കിടക്കുക. ഒന്ന് തെന്നിപ്പോയി കഴിഞ്ഞാൽ താഴെ ചെല്ലും. നമ്മുടെ കയ്യോ കാലോ ഓടിയാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. സൂക്ഷിച്ച് വേണം ഇറങ്ങാനായിട്ട്. ഗായ്സ്, അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നൊന്നും എനിക്ക് അറിയില്ല. ടോപ്പിൽ ആളുണ്ട്. നമുക്ക് ടോപ്പിൽ പോകാൻ പറ്റുന്നുണ്ട് ഈ അരുവിക്കുഴിയുടെ വെള്ളച്ചാട്ടത്തിൻ്റെ. അപ്പം ഞാനും ഫ്രണ്ട്സും കൂടെ ഇപ്പോൾ ടോപ്പിൽ പോവാണ്. അവിടെ ഒരു ചെറിയൊരു കുളമുണ്ട്. അവിടെ പോയി നമുക്ക് മുങ്ങിത്തപ്പാം. അതാണ് നമ്മുടെ അടുത്ത പരിപാടി. നമ്മളിപ്പോൾ തിരിച്ച് കയറുകയാണ്. തിരിച്ച് കയറുന്നതിൻ്റെ ഒരു നമ്മൾ കാണാൻ പോകുന്നത് നല്ല തെന്നലുണ്ട്. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ ചിലപ്പം അത് പണിയാകും.
നമ്മുടെ കൂടെ വന്നൊരു ഫ്രണ്ട് അവൻ കയറുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ്, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്ഷമ ചോദിക്കാണ്. കാര്യം ഞാൻ ഈ വ്ളോഗ് ചെയ്തിരിക്കുന്നത് എൻ്റെ മൊബൈൽ ഫോണിലാണ്. അപ്പം ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ല നോയ്സ് അതിൽ കയറി വന്നിട്ടുണ്ട്. അതിൻ്റെയാണ് ഒരു ഇരപ്പ് കേൾക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളിത് കയറിക്കൊണ്ടിരിക്കുക. കയറുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ, നല്ല പൊക്കമുണ്ട്. ഇത് പിന്നെ ഇതെൻ്റെ ഫ്രണ്ടാണ്, സുധീറാണ്. അവൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെയാണ്. അവൻ്റെ കൂട്ടത്തിൽ വന്നിട്ട് അവനെ ഓസ്റ്റ് ഞാൻ വീഡിയോ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നിങ്ങൾ കാണുന്നത്. പിന്നെ ഈ കാണുന്നുണ്ടല്ലേ പഴുക്കൽ വെള്ളം. ഒരുപാട് വന്ന വഴി തന്നെയാണ്, പക്ഷെ എന്നാലും തിരിച്ചു കയറുമ്പോൾ ഒരു പേടിയുണ്ട്. ഇങ്ങനെ നമ്മൾ ഒരുവിധം ചാടി കയറി ഇത് നല്ല രീതിയിൽ അണയ്ക്കും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളങ്ങ് മണ്ടയ്ക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമ്മളിത് കയറുമ്പോൾ മാസ്ക് വെച്ചിട്ട് കയറാനും ഇറങ്ങാതിരിക്കാനും ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. സാമൂഹികത്തിലും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ ഇത്രയും കയറി വന്നപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് അണയ്ക്കാൻ, ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ അണയ്ക്കുന്നുണ്ട്. നിങ്ങൾ ഈ കാണുന്നതാണ്. ഓ ഗായ്സ്, സുധിയാണ് വണ്ടി ഓടിക്കുന്നത്. ഗായ്സ്, സുധി ഗോപ്രോ തല വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ പോവാണ്. ഇവിടെ ഒരു ഹായ് കൊടുത്തടാ. അപ്പോൾ ഞങ്ങളുടെ എല്ലാം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. സുധിയുടെ ആണെങ്കിലും സുധി ഒരു മുങ്ങിത്തപ്പൽ പരിപാടിയാണ് സുധി ഉദ്ദേശിക്കുന്നത്. വെള്ളത്തിനടിയിൽ നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും പോയി വെള്ളത്തിനടിയിൽ മുങ്ങിത്തപ്പുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. നമ്മളിപ്പോൾ ഇതിൻ്റെ ടോപ്പിൽ വെള്ളം ഉണ്ടെങ്കിൽ നമ്മൾ സത്യം പറഞ്ഞാൽ അവിടെ താഴെ വെള്ളം ഉണ്ടെങ്കിൽ ആൾക്കാർ ഒത്തിരി വന്നു പോകുന്നത്. സോ അവിടെ നല്ല വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മുങ്ങിത്തപ്പ എന്തെങ്കിലും കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അവിടെ ഒട്ടും വെള്ളമില്ല ഗൈസ്. അപ്പോൾ ഇപ്പോൾ മണ്ടയ്ക്ക് വന്നിരിക്കുകയാണ്. മണ്ടയ്ക്ക് കണ്ട് ഇതാണ് കാണാം. ഇതാണ് സ്ഥലം. ഇത് പണ്ടെന്തോ വലിയ കാര്യമായിട്ടുള്ള സംഭവം എന്ന് തോന്നുന്നു. ഞാനിപ്പോൾ റെഡി ആയിട്ട് ബാക്കി നമ്മളെ അടുത്ത വിഷ്വൽസ് കാണിക്കും. നമ്മൾ വണ്ടിയിൽ നിന്ന് സാധനമൊക്കെ എടുത്തു. സുധിയുടെ സാധനമൊക്കെ ആയിട്ട് വരുന്നുണ്ട്. സുധി നീന്താനുള്ള സെറ്റപ്പിൽ വെള്ളം ഉണ്ടെന്നുള്ള പ്രതീക്ഷയിലായിരിക്കും. ഇന്ത്യയിലും ഉണ്ട് കുറച്ച് സാധനം. ഞാനും മുങ്ങുന്നുണ്ട് അവൻ്റെ കൂട്ടത്തിൽ. അപ്പോൾ ഇതൊരു പണ്ടത്തെ എന്താ സംഭവം എന്നറിയത്തില്ല. കോട്ടേജ് സെറ്റപ്പ് പോലെയാണെന്ന് തോന്നുന്നു. അത് പണ്ട് ടൂറിസ്റ്റ് സെൻ്റർ സെറ്റപ്പ് പോലെ എന്തോ ആണെന്ന് തോന്നുന്നു. അപ്പം ആൾക്കാർക്ക് വരുവാണെങ്കിൽ ഇരിക്കാനും കാണാനും. ഇതാണ് ടോപ്പ് ചെയ്തുള്ള വ്യൂ. ഇവിടുന്ന് താഴോട്ട് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്ക് അത്യാവശ്യമല്ല നല്ല രീതിയിൽ താഴോട്ട് ചെല്ലുമ്പോൾ ബാക്കി കാര്യങ്ങൾ കാണാം. ഇപ്പോൾ ഗൈസ് അവൻ മുട്ടായി മേടിച്ചിട്ട് വന്നിട്ടുണ്ട്. വെള്ളത്തിൽ ഇറങ്ങുന്നുണ്ട്. സുധി എല്ലാം സെറ്റപ്പ് ചെയ്യണം. സുധി വെള്ളം കുടിക്കുന്നു. ഗായ്സ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ബിൽഡിങ് എന്തിൻ്റെയാണെന്ന് അറിയാമെന്നുണ്ടെങ്കിൽ അടിയിലൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. ഇവിടെ എല്ലാ ആൾക്കാർക്ക് വാഷ്റൂം സെറ്റപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്തോട്ട് നമ്മൾ കയറുന്നില്ല. ഇപ്പുറത്ത് പോകുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട്. കാണാതിരിക്കുന്നത് നല്ലത്. അതാ സുധി വ്ളോഗിങ് നമ്മൾ നോക്കുകയാണല്ലോ. നമുക്ക് പൊതുമുതൽ നശിപ്പിക്കുന്ന ഒരു സ്വഭാവം ഏറ്റവും കൂടുതൽ വരും. ഇത് ഇത്രയും നല്ല സ്ഥലങ്ങളിൽ നോക്കിയാൽ കണ്ടാലറിയാം.
കാറി കുത്തി കയറിയിട്ടുള്ളത്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വന്നപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ വന്നപ്പോൾ കൂടുതൽ സംഭവമൊന്നും ഇല്ലായിരുന്നു. ഇത് ഇവിടെ കുറേ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു സ്ഥലം നല്ലൊരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാൻ വരുമ്പോൾ അഥവാ കാണാൻ വരുമ്പോൾ നമ്മൾ മാക്സിമം അവിടെ നശിപ്പിക്കാതിരിക്കുന്നത്. കാരണം വെച്ചാൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വേറെ ആരും കാണരുത് എന്നുള്ള രീതിയിലാക്കി. അപ്പോൾ ഈ ചിന്നത്തിൽ കണ്ടുപിടിക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. എന്നാലും നിങ്ങൾ വരുന്നത് ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വരിക. കാര്യം ഇപ്പോൾ ഞാൻ കാണിച്ചത് കുത്തിക്കയറാനുള്ള സാധ്യത ചെരുപ്പില്ലെങ്കിൽ. പിന്നെ ഇപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങണം. അപ്പം നമ്മുടെ ആവശ്യത്തിന് ഇപ്പോഴത്തെ സാധനങ്ങൾ പുതിയൊരു കണ്ട് സ്നോർക്കലിംഗ് എന്നുള്ള സാധനങ്ങൾ സ്നോർക്കലിംഗ് ഇത് നോക്കാൻ പറ്റും നോക്കാം. നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി ചെല്ലുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നല്ലൊരു വ്യൂ ഉണ്ട്. ലൈക്ക് ഒരു പാറമടയാണെന്ന് തോന്നുന്നു. പാറമട അവിടെ പൊട്ടിച്ചിട്ട് ഒരു വലിയൊരു മലയുടെ മണ്ടയ്ക്ക് നല്ല പച്ചപ്പൊക്കെ ആയിട്ട്. ഇതിൽ വലിയ ക്ലാരിറ്റി ഉണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വരുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, നല്ല രസമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അരുവിക്കുഴിയിലെ മണ്ടയ്ക്കു എന്നുള്ള വ്യൂ. മണ്ടയ്ക്കു എന്ന് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പിന്നെ റിസ്ക്. നമ്മളിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ഇറങ്ങുമ്പോൾ നമുക്ക് പാടാണ്. ആക്ച്വലി ഞങ്ങൾ ഈ ചെരുപ്പ് നമ്മുടെ ഊരി ഇടുന്നതായിരിക്കും നല്ലത്. ആ സുതി എന്തോ സാധനം എടുക്കാൻ പുറത്ത് വിട്ടു. അങ്ങനെയാണെങ്കിൽ വണ്ടി കാറിലാണ് വന്നത്. അപ്പം കാർ അവിടെ ഇട്ടിട്ട് അതിൻ്റെ താപ്പിലൊക്കെ വിട്ടു. നമ്മളിതാണ് ഇങ്ങനെ ഇറങ്ങി പടി ഇറങ്ങിയാണ്. പടി ഇറങ്ങി കല്ലിറങ്ങി. കല്ലിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നൈസായിട്ട് ഇവിടെ എല്ലാം ഒക്കെ തെന്നാനുള്ള സാധ്യതയുണ്ട്. ഇത് തെന്നിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ ഇങ്ങനെ കുഴിയുടെ ഏറ്റവും താഴത്തെ നിൽക്കുന്നത്. പിന്നെ ഇതാണ് ഇവിടുത്തെ മണ്ടക്കത്തെ വെള്ളച്ചാട്ടം. കുറേ പിള്ളേരുണ്ട് വെച്ചാൽ കുറേ പിള്ളേരുണ്ട്. ഇവിടെ എൻ്റെ സ്ഥിതിയുണ്ട്. അത് പൈരുണ്ട്. ഞാനപ്പോൾ നെക്സ്റ്റ് ഇനി ചെയ്യാൻ വന്ന് ഈ കളർ കിട്ടുമോ ഇത് മോദിക്ക് വെച്ചിട്ട് വെള്ളത്തിൽ ചാടും. അപ്പോൾ സുധിയുടെ കയ്യിൽ ഗോപ്രോ ഉണ്ട്. അപ്പോൾ സുധി ഗോപ്രോ വെച്ചിട്ട് ഇതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ, ഇത്രയും ചെയ്യാനുണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നാണ് ഇത് നോക്കാൻ. ഓ ഗായ്സ് പണിപാളി എന്നാണ് ഗായ്സ് തോന്നുന്നു. സുധിയുടെ ഗോപ്രോ ഒന്ന് ഗോപ്രോ ഒക്കെ നല്ല ചൂടായിട്ട് കൈ വെച്ച അപ്പം നമ്മുടെ ഒരു പ്രതീക്ഷയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോപ്രോ വെള്ളത്തിൽ മുക്കുമ്പം തണുക്കും എന്നാണ് നമ്മുടെ എല്ലാവരുടെയും പ്രതീക്ഷ. അതുകൊണ്ട് സുധി ഗോപ്രോയിൽ പണിതുകൊണ്ടിരിക്കുക. എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല. ഗോപ്രോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ സംഭവം കണ്ടു. ഇത് മറ്റേ കന്യകനാകാനായിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഈ അരയറ്റം അല്ലെങ്കിൽ നെഞ്ചറ്റം വെള്ളത്തിനകത്താണ് ഇത് കൊണ്ട് ചാടാൻ പോകുന്നത്. എന്താവും എങ്ങനെ ആവും എന്നറിയത്തില്ല. ആരും ഇവിടെ പിള്ളേരെല്ലാവരും കുളിക്കുന്നുണ്ട്. ഇവിടെ പിള്ളേർ ഓ ഗായ്സ്. അപ്പോൾ നോക്കിയാൽ ഗായ്സ് ഇതൊരു കിണർ പോലത്തെ ഒരു സെറ്റപ്പാണ്. അപ്പം സുധിക്ക് ഇതിനകത്തൊന്ന് മുങ്ങി തപ്പണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ അങ്ങോട്ട് ഇറങ്ങാനുള്ള വഴി നിങ്ങൾ കണ്ടു, ഭയങ്കര ഡേഞ്ചറാണ്. അവിടുന്ന് നേരെ അതിനകത്തോട്ട് പോയി ഇറങ്ങിയിട്ട് മുങ്ങിക്കഴിഞ്ഞിട്ട് ഇപ്പോൾ പൊങ്ങുന്ന പിന്നെ എവിടെ നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തിരിച്ചിറങ്ങാനും കയറാനും ഉള്ളൊരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. സുധി വേണ്ടാന്ന് നോക്കി എന്നിട്ട് പറ, നീ എന്തിനും പറ. ഓ ഗായ്സ് നോക്കൂ സുധിയുടെ എക്യുപ്മെന്റ്സ് എല്ലാവരും ചാടാനുള്ള സെറ്റപ്പിൽ റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ വന്ന് അഴുവിക്കുരി വന്ന് വെള്ളം ചാടാനായിട്ട് വന്നപ്പോഴത്ത് നമ്മൾ കുറച്ച് നല്ല അടിപൊളി പിള്ളേരെ കണ്ടിട്ടുണ്ട്. അവരെന്ന് വെച്ച് കഴിഞ്ഞാൽ 8ാം ക്ലാസ് തൊട്ട് തന്നെ ഒരുമിച്ചല്ലടാ 8 തൊട്ട് തന്നെ ഒരുമിച്ചാണ് അവരുടെ ഫുള്ള് പരിപാടി. അപ്പോൾ അവന്മാർ ഇന്ന് എൻജോയ് ചെയ്യാനായിട്ട് വന്നതാണ്. അപ്പോൾ നമുക്ക് അവന്മാരൊന്ന് പരിചയപ്പെടാം അല്ലേ? പറഞ്ഞു നിങ്ങളെല്ലാവരും എല്ലാവരും പേര് പറഞ്ഞോളാം. പറഞ്ഞോളാം. ബിയോൺ, ദീപു, ജസ്നു. നിന്റെ പേരെന്തോ? നീ പേര് പറയുന്നില്ലേ? ആൽബിനോ. ഓക്കെ ഓക്കെ ഓക്കെ. ജോയൽ. അപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ എത്ര ക്ലാസ് തൊട്ട് ഒരുമിച്ച് തുടങ്ങിയതാണ്? എങ്ങനെ 8ാം ക്ലാസ് തൊട്ട്. ഇപ്പൊ നിങ്ങളെല്ലാരും
+2 കഴിഞ്ഞു. ഓക്കെ, ഇവന്മാരെല്ലാവരും +2 കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ +2 കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു കട്ടയാണ് ഇവന്മാർ ഇവിടെ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളതിൽ ഇതാണ്. നിങ്ങൾ എപ്പോഴും ഇതുപോലെ തന്നെ ഇരിക്കണം. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, അപ്പോൾ പൊളിച്ചേക്കാം, നമുക്ക് വെള്ളത്തിൽ ചാടാം. അതുകൊണ്ട് കുറച്ച് ചാടാനുള്ള പരിപാടിയാണ്. ഓക്കെ, നമുക്ക് ചാടി പോകാം. വെള്ളച്ചാട്ടത്തിന്റെ പൗഡറിൽ എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ എനിക്ക് അറിയത്തില്ല. ഇതിന്റെ സാധനം കൊണ്ട് ഞാൻ കൂടെ ചാടും, എന്തെങ്കിലും കിട്ടുമെന്ന് അറിയാമോ? ഓക്കെ, ഞാൻ ചാടിയിട്ട് അപ്പോൾ ഗായ്സ് നമ്മുടെ ഒരു ചങ്ക് മച്ചാനെ കിട്ടുന്നുണ്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട്, ശ്രുതിക്ക് വീഡിയോ എടുക്കാനായിട്ട്. അവനെന്താ കാണിച്ചത്? ഓൾറെഡി ഇവിടെ സെറ്റപ്പ് എല്ലാം ചെയ്തിട്ടുണ്ട്. പിന്നെ അവൻ്റെ തലയിൽ ഗോപ്രോ ഉള്ളതുകൊണ്ട് എല്ലാം പക്കയാണ്. എനിക്കെടുക്കാൻ കാര്യം വന്നിട്ട് നമ്മുടെ ചങ്ക് ഫ്രണ്ട്സിൻ്റെ കൂട്ടത്തിലിരുന്ന ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ ഇത് കഴിയുമ്പോൾ കാണിക്കുന്നതായിരിക്കും. ഞാൻ പോയി ഇവൻ ഈ തപ്പി എടുത്തുകൊണ്ട് വരുന്നത് കാണിച്ച് അവിടെ ഇപ്പോൾ ശ്രുതിക്ക് കിട്ടിയൊരു കോയിനാണ്. എത്രയുണ്ടോ? 100 രൂപ. ഓ മാൻ, മിക്കവാറും കോയിൻ പെറുക്കി എൻ്റെ ഫീസ് തരും. മിക്കവാറും കോയിൻ പെറുക്കി കോടീശ്വരാകും തോന്നുന്നു. അപ്പോൾ ഞാനും പോയിട്ട് എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കാം. നിങ്ങൾ ഒരു സ്വർണ്ണം കിട്ടിയതായിരുന്നു. ഓക്കെ, ഞാൻ പോയിട്ട് വരാമേ. എനിക്ക് ചക്കക്കുരു മാത്രമാണ് എനിക്കറിയത്തില്ല. എനിക്ക് കിട്ടിയത് പിന്നെ 2 ചക്കക്കുരുമാണ്. കളഞ്ഞിട്ട് ഒരു റൗണ്ട് കൂടെ ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്തെങ്കിലും കിട്ടുമോ. എനിക്ക് പറയാനുള്ളത് വേറെ കാര്യങ്ങളല്ല, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസാണ്. നമ്മൾ ഇവിടെയുള്ള സ്ഥലത്ത് പോയി നമ്മൾ മാക്സിമം നമ്മൾ എൻജോയ് ചെയ്യുന്നൊക്കെ നല്ലതായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള സ്ഥലത്ത് ഒത്തിരി പേര് ഇറങ്ങുകയും കുളിച്ച് വന്നിട്ടില്ലേ. അപ്പം മാക്സിമം ഫിഷിലും അല്ലെങ്കിൽ പ്ലാസ്റ്റിക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇടാതിരിക്കാൻ നോക്കുക. ഇപ്പം നമ്മുടെ ഇറങ്ങി നടക്കുന്നോടെ കാലത്തൊക്കെ നടന്ന് കൊണ്ടു കയറാൻ നമുക്ക് ഈ ഇതുപോലെ സ്ലോട്ടിൽ ചെയ്യുന്ന സാധനം കയ്യിലുള്ളതുകൊണ്ടാണ് നമുക്ക് ഇതുപോലെ അടിച്ചെങ്കിൽ സാധനം ഉള്ളതുകൊണ്ടാണ് നമുക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റും. ഈ നോർമലി കണ്ടുപിടിച്ച് വെള്ളത്തിനടിയിൽ നോക്കി കഴിഞ്ഞാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഓക്കെ, നോക്കൂ ഗായ്സ്, നോക്കൂ എന്റെ കാലിലേക്ക് നടന്നിറങ്ങി വരുന്നുണ്ട്. നമ്മുടെ അൽ ക്യാമറാമാൻ അൽ സുബി പിന്നെ ഫ്രീക്ക് പിള്ളേർ. ഇത് ഞാൻ കാണിച്ചേരക്കെ ഇത് കേട്ടോ, സുബിയുടെ ഹൈടെക് സാധനം. ഇത് വെള്ളത്തിൽ മുക്കാനുള്ള സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഈ ഫോണും കൊണ്ട് അടിയിൽ പോയിട്ട് കാണിക്കണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം. അവൻ മേടിച്ചിരിക്കുന്ന പോലെ ഒരു ഗോപ്രോ ഞാനും മേടിക്കും. എന്നിട്ട് ഞാൻ ഇതുപോലെ അവനോട് പോയി അവൻ്റെ ചെലവിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതായിരിക്കും. അയ്യോ അല്ല ഗൈസ്, അവൻ മേടിച്ചിരിക്കുന്ന പോലെ ഒരു ഗോപ്രോ ഞാനും മേടിച്ച് അവൻ്റെ ഓച്ചിന് പോയി അവൻ്റെ വീഡിയോ എടുക്കുന്നത് പോയി. ഇതുപോലെ വീണ്ടും ഞാൻ വെള്ളത്തിനടിയിൽ വീഡിയോ എടുത്ത് നിങ്ങളെ എല്ലാവരെയും കാണിക്കുന്നതായിരിക്കും. ഓക്കെ, എല്ലാവരും വഴിപാട് ഒരുത്തൻ നിരങ്ങി ഇറങ്ങി വരുന്നുണ്ട്. അതൊക്കെ 3 വർഷത്തെ കഷ്ടപ്പാട്. കുറെ പുളി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ കിട്ടിയത് ഒരു ട്രഷറായിട്ട് അവിടെ വെച്ചേക്കും. ഇതിനകത്ത് എന്ത് കിട്ടിയാലും നമുക്ക് ട്രഷർ.
ചെറിയൊരു കുളമല്ല, ഇതിനോട്ടൊന്നും കിട്ടുമ്പോൾ മനസ്സില്ല. എന്നാലും അത്യാവശ്യം കുറച്ച് സാധനം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര എനിക്ക് കിട്ടി ഗൈസ്, മാങ്ങാണ്ടി നിങ്ങളിത് കാണും. 1 രൂപ നല്ലൊരു ഒരു രൂപ ഉണ്ട് ഇതില്. ഇവരും പഠിച്ചിട്ടില്ല, ഇവിടെ ക്യാമറ കാണാൻ പോലില്ല. അവരതിലൊന്നും കിട്ടിയില്ല. എനിക്കൊരു കല്ല് ഇടും, പക്ഷേ ഈ കല്ല് കാണാൻ നല്ല രസമുണ്ടല്ലോ. അങ്ങനെ കാണാൻ പറ്റുന്നൊന്നും കാര്യമില്ല. അത് അടിപൊളി ഒരു കല്ലാണ്. ഇതെടുത്ത് വെച്ചേക്കാൻ വീട്ടിൽ കൊണ്ട് ഈ പൈസ എടുത്ത് വെച്ചേക്കാം. എനിക്ക് വീണ്ടും കിട്ടിയില്ല. അവന് കിട്ടിയത് ഒരു സ്വന്തം മാലയാണ്. ഈ മാല നമുക്ക് അടിച്ചു മാറ്റി വീട്ടിൽ കൊണ്ടുപോകാം. പക്ഷെ എനിക്ക് കിട്ടിയത് പെമ്പിളാറ മുടിയിലിടുന്നത്. പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ആവശ്യത്തിന് മുടിയുള്ളതുകൊണ്ട് ഇത് ഉണക്കിയെടുത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, നല്ല ഹണ്ടിങ് ആണ്. വണ്ടിയുടെ വലുതാണ് ഇത്. നമ്മുടെ ഒരു പ്രസവായിട്ട് നമുക്ക് കൂട്ടി വെച്ചു. സംഭവം എന്താണെന്ന് വെച്ചാൽ ആ സൈഡിലാണ് ഇവ കിട്ടിയതിൽ ഏറ്റവും കൂടുതൽ ആ സൈഡെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം കഴിച്ച് കഴിയുമ്പോൾ മിക്ക സാധനങ്ങളും ആ പോസ്റ്റിന് ഒരു സൈഡിൽ കുഴിയും. അപ്പോൾ ഇങ്ങനെ വരുന്ന രീതിയിലാണ് ഇപ്പോൾ അവിടെയാണ് നമുക്ക് കൊന്തമാല, മുടി കിട്ടുന്ന സാധനം, പിന്നെ ബൾബ്, അങ്ങനത്തെ കുറേ ആ സൈഡിൽ ഞാൻ പിന്നെ അവിടെ പോയി നോക്കിയിട്ട് ഇത് സെൻട്രലാണ്. അപ്പോൾ നമ്മളൊന്നും കിട്ടുന്നത് ഗോപ്രോ ഈ സാധനമാണ്. അപ്പം ഇനി അവ കുറച്ചു നേരം മുമ്പും ഇനി അവ മുങ്ങി തപ്പുന്ന സാധനങ്ങൾ ഞാൻ ഇത് വെച്ച് ഷൂട്ട് ചെയ്യും. ഓക്കെ അപ്പോൾ ഗൈസ്, ഇവിടെ പുതിയ കുറച്ച് ആൾക്കാരുടെ ഇവരെ കൂടെ പരിചയപ്പെടാം. ഇവരൊരു ചങ്ങൂറോ അവിടെ ഇരിപ്പുണ്ട്. പുള്ളി ഫുള്ള് പാട്ട്, അവിടെ പാട്ടൊക്കെ ആയിട്ടാണ് ഇവര് വന്നേക്കുന്നത്. പാട്ട് സാധനം നിങ്ങളുടെ പേരെന്ന് പറയാം. എല്ലാവരുടെയും പേരെന്ന് പറയാം. അമ്പാടി, വിഷ്ണു, ഹേമന്ത്, ദത്തൻ, ഓക്കെ, അക്ഷയ്, കൃഷ്ണപ്രസാദ്, നവീൻ, ഓക്കെ. അപ്പം മോളെ അരുവിക്കുഴിയെ പറ്റി എന്തെങ്കിലും പറയാം. ഇതുപോലെ പൊടിയായിരിക്കും. വേറെ കുറെ ആൾക്കാർ മണ്ടക്കിരിപ്പുണ്ട്. ഇവരുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പാട്ട് സംഭവം എല്ലാം ആയിട്ട് വന്നത്. ഞാൻ വേറെ 2 പേരെ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഞാൻ ഒന്ന് കേറിക്കോട്ടെ. അതിന്റെ പേരെങ്ങനാ കാണുന്നില്ല? പവിൻ. ഗൈസ്, കാണാൻ പറ്റത്തില്ലെന്ന് തോന്നുന്നു. എന്നാലും നിങ്ങളുടെ ഷാഡോ കാണാൻ പറ്റുന്നുള്ളൂ. അത് കുഴപ്പമില്ല, അത് ലൈറ്റ് അവിടെ നേരുണ്ട്. അപ്പം പാട്ടുപെട്ടി നോക്കി പിടിച്ച് ഗൈസ്, പാട്ടുപെട്ടി പാട്ട്. അപ്പം ഫുള്ള് സെറ്റപ്പിലാണ് ഇവര് വന്നിരിക്കുന്നത്. ഇവര് പാട്ട് എല്ലാ പരിപാടിയും ഉണ്ട്. എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വന്തം എൻജോയ് അവൻ എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വന്തം അരുവിക്കുഴി. ഓക്കെ, അപ്പൊ വരിക, അടിച്ചു പൊളിക്കുക. ഞാനതിൽ കയറുകയാണ്. വയ്യ, കുറെ നേരമായിട്ട്
എനിക്കിനി പറയാനൊന്നുമില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് തിരിച്ച് വീട്ടിൽ പോവാണ്. ഇന്ന് കുറച്ച് ഫംഗ്ഷൻ ഉണ്ട്. ഞങ്ങളുടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മച്ചിയുടെ മരണത്തിൻ്റെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, ഒരാണ്ടായിരുന്നു. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനി ബാക്കി ഞാൻ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് കയറുന്ന എങ്ങനെയാണെന്ന് ഞാൻ തരാം. പിന്നെ അതിനു മുമ്പേ നമ്മൾ മുമ്പേ നിന്ന് സ്ഥലം വേണം ഒന്നുകൂടെ കാണിക്കാം, അങ്ങനെ ഒന്ന് സംഭവം കാണിക്കാം. കുറച്ച് പിള്ളേരവിടെ നിന്ന് തകർക്കുന്നുണ്ട്. ഓക്കെ ഗൈസ്, നമ്മളിങ്ങനെ എൻജോയ് ചെയ്യാൻ വരുന്നിടത്ത് മാക്സിമം ഇതുപോലെ കള്ള് കുടിച്ചിട്ട് കുപ്പി ഇടുകയും, ഇതിപ്പോൾ കണ്ടില്ലോ ഒത്തിരി കുപ്പികളുണ്ട്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഓരോ കുറേ കാര്യങ്ങൾ നമുക്ക് നടക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ സ്ഥലം മലിനീകരിക്കുന്ന പോലെയാണ്. നമ്മൾ കൊണ്ടുവന്നൊരു കുപ്പി അത് നമ്മൾ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ നമ്മൾ മാക്സിമം അതുപോലെ കുപ്പികളിടായിരുന്നു. നിങ്ങൾ നല്ല എൻജോയ് ചെയ്യുക. നിങ്ങൾ കൊണ്ടുവരുന്ന സാധനങ്ങൾ, പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം നിങ്ങൾ കൊണ്ടുവരുന്ന പോലെ തന്നെ തിരിച്ചു. ഓക്കെ, നോക്കൂ, സുധിര തോർത്തു നോക്കൂ ഗൈസ്. ഇനി ഞാൻ കാണിക്കുന്നില്ല. ഓ ഗൈസ്, മണ്ടയ്ക്കും താഴെ ആൾക്കാർ. താങ്കൾക്ക് എന്താണ് ഈ സ്ഥലത്തിനെ പറ്റി പറയാനുണ്ട്? ഇവിടെ വരുമ്പോഴുള്ള താങ്കളുടെ ഫീൽ എന്തായിരുന്നു പറയും? ഞാൻ വെള്ളത്തിൽ ഇറങ്ങിയില്ല, പക്ഷെ തിരിച്ചു കയറും കഷ്ടപ്പാട്. അതെ, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. നൈസ് പണിയാണ്. ബോയ്സ് കാണാം. ഓക്കെ, ഇതെങ്ങനെ കയറും? ഞാനത് കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. മുടി കാരണം മുടി കുളിച്ച് കഴിഞ്ഞിട്ട് അഴിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര സീനായി. ഇപ്പം നമ്മൾ ചെരുപ്പ് ഇവിടാണ് ഇട്ടത്. ഓ, കാലയിലൊക്കെ എന്തോ കൊണ്ടിട്ടുണ്ട്. അതെ, സെക്കൻഡറി ക്യാമറ ഓപ്പറേറ്റർ. അതെ, കയ്യിൽ നിറയെ സാധനം, കാലിൽ എന്തോ കൊണ്ടിട്ടുണ്ട്. അതെന്താന്ന് ഞാൻ ഒന്ന് അഴിച്ചെടുത്ത് നോക്കട്ടെ. ഓ ഗായ്സ്, കല്ലും മുള്ളുമാണ്. കേറിപ്പോ ഗായ്സ്. അയ്യോ, അപ്പൊ നമ്മളിവിടെ കയറി. അൽ സുദിമോൻ വിത്ത് ഗോപ്രോ. ആ മലയെന്ന് പറയുന്നത് ഒരു മലയാണ്. അതൊരു മലയാണ് ഗൈസ്. പക്ഷെ അവിടെ എനിക്ക് തോന്നുന്നത് ഖനനം ചെയ്യുകയാണ്, എന്തോ ഖനനം ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ നല്ല രസമുണ്ട് അവിടെ, ഒരു പച്ചപ്പൊക്കെ കാണാനായിട്ട്. ഓക്കെ, അരുവിക്കുഴി ബൈ. പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് എടുത്ത് കയറി. ഒരു ഫുൾ ഫാമിലി വന്നിട്ടുണ്ട് അവിടെ എടുത്ത് ഇറങ്ങാനായിട്ട്. നമ്മൾ അവരോട് പറഞ്ഞു കൊടുത്തു ഇറങ്ങാൻ റിസ്ക് ആയിരിക്കും, അവർ ഇറങ്ങാൻ പോവുകയാണ്. പിന്നെ അവിടെ ആൾക്കാരുണ്ട്, ഇവിടെ എല്ലാ ആൾക്കാരുണ്ട്. അതുകൊണ്ടാ ഇവിടുത്തെ ഒരു ഗോപുരം പോലെ കാണാം കേട്ടോ. ഇറങ്ങി പോകുന്ന ഇച്ചിരി റിസ്ക് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും വരുമ്പോൾ സേഫായിട്ടിരിക്കാൻ നോക്കുക. റിസ്ക് എടുക്കുന്നുണ്ടെങ്കിലും ഒന്നും പറ്റാതിരിക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇനിയിപ്പോൾ വീട്ടിൽ പോകാം. ഈ സമയം എനിക്ക് എപ്പോഴും വിഷമം വരുന്നു ഇങ്ങനത്തെ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ ഇതിൻ്റെ ജില്ലാന്ന് തോന്നുന്നു. നമ്മളൊരു സ്ഥലത്ത് വന്നു കഴിയുമ്പോഴത്തേക്കിനും അവിടെ നശിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു മോശമായ കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ വെച്ചാൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് കാണാനോ അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. സോ ഞാൻ ജെറിൻ വർഗീസ്. പിന്നെ സുധി, ഞങ്ങൾ വീഡിയോയിൽ കണ്ടവർക്ക് മനസ്സിലാവും. സുധിയുടെ വീഡിയോയുടെ അല്ലെങ്കിൽ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും അതിന് കയറി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇനി തരുന്ന പ്രചോദനമായിരിക്കും എനിക്കിനി അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഊർജ്ജം. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ഓ ഗായ്സ്, നമ്മളിപ്പോൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന വഴിക്ക് വിശന്നു. ആരുടെ പൈസ ഇല്ലാത്തതുണ്ട്. നമ്മുടെ എന്താ പറയുക, നമ്മുടെ സ്വന്തം സുധിമോൻ, കാശുകാരനായ സുധിമോൻ നമുക്ക് വേണ്ടിയിട്ട് ബർഗറും ഗൂഗിൾ പേ ഉള്ള കടയിൽ കയറിയിട്ട്
ബർഗറും സാധനവും മേടിക്കാൻ പോയിട്ടുണ്ട്. അതെ, ബർഗർ കോള പിന്നത്താണ് പറഞ്ഞ് 10ന്റെ 3 ജ്യൂസും 10ന്റെ 3 മുട്ട പപ്സ് എന്ന് പറഞ്ഞ് പോയ ആളാണ് ഗൈസ്. അവിടെ പോയിട്ട് ബർഗറെ പിടിക്കുന്നേ കണ്ടു. അപ്പോൾ കണ്ടപ്പോൾ ഒരു സന്തോഷം. ഓ ഗൈസ്, അവൻ വരുന്നു. അവന്റെ കയ്യിൽ എന്താണ്? ഓ, കോളയുണ്ട്. കോളയ്ക്ക് തിന്നടാ. കോള കഴിഞ്ഞിട്ട് വേറെ എന്താണ് നീ മേടിച്ച്? കോളയും എന്താണ് ഗൈസ്? നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. ഓ ഗൈസ്, 10ന്റെ മുട്ട പപ്സ് മേടിക്കാൻ പോയ സുധി, സുധി, സ്നേഹവാനായ സുധി. എനിക്കല്ല ഗൈസ്, എന്നെ പറ്റിച്ച ഗൈസ്. എടുക്ക്. അപ്പോൾ ഗൈസ്, സുധിമോന് വളരെയധികം നന്ദി പറഞ്ഞുണ്ട്. അവൻ്റെ ചെലവിൽ പോയി വീഡിയോ എടുത്ത്, അവൻ്റെ ചെലവിൽ ഫുഡ് കഴിച്ച്, അവൻ്റെ ചെലവിൽ വണ്ടിയിൽ പെട്രോൾ മേടിച്ച് കൊണ്ടുപോയിട്ടാണ് അവൻ എനിക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. അവൻ്റെ സ്നേഹം എല്ലാവരും മനസ്സിലാക്കണം. ഓക്കെ.